വസന്ത നൽകുന്ന വിവരമനുസരിച്ച് ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരുന്നു എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ സമഗ്ര ശിക്ഷാ അഭിയാനിലെ കേന്ദ്രവിഹിതമായിട്ടാണ് തുക വാങ്ങിയതെന്നുള്ള കാര്യം വരുന്നത്. അതായത് പൈസയൊന്നും തന്നെ കഴിഞ്ഞ സർക്കാരും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം വാങ്ങിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള നീക്കവും നടത്തിയിരുന്നു. അപ്പോൾ പിന്നെ ഈ പറയുന്ന സാങ്കേതിക കാരണം എന്താണ്? UDF പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ബോധ്യപ്പെടുത്താനെങ്കിൽ അവർക്ക് പറയാനാവുന്ന ഒരു കാരണം എന്താണ്? PM ശ്രീ പദ്ധതിയുടെ MOU ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. അതിനാൽ രണ്ട് സർക്കാരുകൾ തമ്മിൽ ഒപ്പിട്ട MOU അതിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു കാര്യം തുടർച്ചയായി ആവർത്തിക്കുകയാണ് UDF കൺവീനർ. നമ്മൾ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്മാറാനുള്ള പോംവഴികൾ പലതുമുണ്ട് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. നിയമവിദഗ്ധരടക്കം ആ കാര്യം പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ പിന്നീട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന വാശി എന്തിനാണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കണം എന്ന് കൃത്യമായി തന്നെ എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ള കാര്യം UDF കൺവീനർ വളച്ചുകെട്ടില്ലാതെ പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കിട്ടണം, അതിന് ഈ പദ്ധതിയുമായി മുൻപോട്ട് പോയേ കഴിയൂ എന്നുള്ള കാര്യം കൃത്യമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ വീശുകുട്ടി പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് CPI യിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടായി. പദ്ധതി പോയി ഒപ്പിട്ടു. അതിനുശേഷം CPIയുടെ പ്രതിഷേധമുണ്ടാകുന്നു, UDFൻ്റെ പ്രതിഷേധമുണ്ടാകുന്നു. ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം അല്ലെങ്കിൽ ലീഗ് നേതാക്കളെല്ലാം അതിശക്തമായി PM ശ്രീക്കെതിരെ ആഞ്ഞടിച്ചതാണ്. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ നയത്തിൽ ചെറിയൊരു മാറ്റമുണ്ടായി. ആ ഒപ്പിട്ട പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇനിയിപ്പോൾ അതിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളൊരു പൊതുവികാരം UDF യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം എടുത്ത തീരുമാനമാണ്. അതിനാൽ അതിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല. PM ശ്രീയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ ഒരു ഉപസമിതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ഒരു ഉപസമിതിയൊക്കെ വെച്ചത്? എന്തിനാണ്? 4 മന്ത്രിമാർക്ക് ഒരുപാട് ജോലി വേറെ ഉള്ളതാണ്. അപ്പോൾ ആ മന്ത്രിമാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ഉപസമിതി ഉണ്ടാക്കിയത് എന്തിനാണ് എന്നുള്ള ചോദ്യം അടൂർ പ്രകാശിനോട് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞത് ഏതെല്ലാം സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കണം എന്നുള്ള കാര്യം ഈ ഉപസമിതിയുടെ തീരുമാനം വന്നതിന് ശേഷമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞ് ഒഴിവാകുകയാണ് UDF കൺവീനർ. എന്തായാലും ഇനി പ്രതിഷേധങ്ങൾക്ക് വീശുൻകുട്ടി നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും പ്രത്യേകിച്ച് കാര്യമുണ്ടാകാനൊന്നും സാധ്യത കാണുന്നില്ല. PM ശ്രീ പദ്ധതിയുമായി UDF മുന്നോട്ട് പോവുകയാണ്. അത് UDFൻ്റെ ഒറ്റക്കെട്ടായുള്ള തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ലീഗിൻ്റെ കയ്യിലാണ് വകുപ്പുള്ളത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പൊക്കെ ഉയരണമെങ്കിൽ അത് ആദ്യം ഉയരേണ്ടത് ലീഗിൻ്റെ ഭാഗത്തു നിന്നാണ്. പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. CPI ഒക്കെ LDF ൽ പ്രശ്നമുണ്ടാക്കിയതുപോലെ അങ്ങനെ ഒരു പ്രശ്നം വരേണ്ടത് ഈ കാവ്യവൽക്കരണം എന്നൊക്കെ ഉള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് വരേണ്ടത് ലീഗിൻ്റെ ഭാഗത്തു നിന്നുമാണ്. അപ്പോൾ VK കുഞ്ഞാലിക്കുട്ടി അടക്കം ഒരു തീരുമാനം എടുക്കുമ്പോൾ ശ്രമം അത് അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ആത്യന്തികമായി ലീഗ് ഉൾപ്പെടെ അതിൽ ആ തലത്തിൽ തന്നെയായിരുന്നു പറഞ്ഞത്. PM ശ്രീ പദ്ധതി അത് അറബിക്കടലിൽ എറിയുമെന്നുള്ളതായിരുന്നു നേരത്തെ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. എന്തായാലും